ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. ദൈവം വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് അർത്ഥമുണ്ടായിരിക്കട്ടെ. ആദരണീയനായ തിരുമച്ചൻ, കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയജനമേ, എല്ലാവർക്കും സ്നേഹമാണ്. തമ്പുരാന്റെ അമ്മയുടെ മരണത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഒരു വർഷക്കാലം കൂടെ നാം എല്ലാവർക്കും ഈ ദേവാലയത്തിൽ കടന്നു വരുവാനും ഇതിലായിരിക്കാൻ നമ്മൾ ദൈവത്തിന് ചിത്രയ്ക്ക് അതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്തതും മാതൃമതിയുമായ വാക്കുകളെ നിങ്ങളുടെ തിരുവചനങ്ങളുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ തക്കണം ഈ ഒരു വർഷക്കാലം കൂടെ ദൈവം എനിക്ക് ചൊല്ലുന്ന കണ്ടുപിടിക്കാൻ അതിന് തന്നെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ശ്രദ്ധയും ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും 15-ാം നോമ്പിന്റെ വാങ്ങുപ്പ് പെരുന്നാളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസം നാം ഈ ഇവിടെ കടന്നു വരികയും പരിശുദ്ധ അമ്മയുടെ വിവിധ തലങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയും ചെയ്തു. ഓരോ ദിവസം നമ്മൾ കേൾക്കുന്തോറും അതിന്റെ അഭാവം അല്ലെങ്കിൽ അതിന്റെ അറിവ് കൂടി വരികയാണ്. നമുക്ക് എത്ര കേട്ട് കഴിഞ്ഞാലും അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് വചനങ്ങളെ മടുക്കുകയുമില്ല, കേൾക്കുന്നതൊന്നും ആ ഒരു മടുപ്പ് അനുഭവപ്പെടുകയുമില്ല. അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധ്യമാകാൻ കഴിയുന്നത്. ആദ്യമായി തന്നെ എന്താണ് നോമ്പെന്ന് നമുക്ക് ചിന്തിക്കാം. നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജയത്തിന്റെ അടയാളവും ശത്രുവിനെതിരെയുള്ള ആയുധവുമാണ്. നോമ്പിന്റെ 2 ചെറുകളാണ് പ്രാർത്ഥനയും ഉപവാസവും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ നമുക്ക് ഈ നോമ്പെടുക്കാനോ നമുക്ക് ഈ നോമ്പിലേക്ക് പ്രവേശിക്കാനോ കഴിയുന്നതല്ല. അവിടെ എല്ലാവരും ഈ സമയങ്ങളിൽ നോമ്പിലായിരിക്കാനും ഈ രചനകളെ കൊണ്ട് നിറയുവാനും തന്നെ ഇടയാകും. അത് മാത്രവുമല്ല, നോമ്പിന്റെ സമയങ്ങളിൽ നാം പ്രാർത്ഥനയെ കൂടുതലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. നോമ്പ് വയറിനെ ശൂന്യമാക്കുന്നത് മാത്രമല്ല, നോമ്പിന്റെ സമയത്ത് നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയം നിറയണമെന്നാണ് പറയുന്നത്. ഒരു ആഹാരം ഉപേക്ഷിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം വെറുക്കുന്നത് കൊണ്ടോ മാത്രം നാം നോമ്പെടുത്തു എന്നുള്ള ഒരു പരിപൂർണതയിൽ ആരും എത്തിച്ചേരുന്നില്ല. അതിന് വേണ്ടതായ ഒരുക്കങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ മാത്രമാണ് നോമ്പ് എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകുന്നത്. നോമ്പിന്റെ സമയത്ത് നമ്മൾ ഉണ്ടാകുന്നതായ നോമ്പെടുക്കുന്നതിന് മുമ്പിട്ടായി മനുഷ്യരെ നാം എല്ലാം പാപികളാണ്, കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പാപമില്ലാത്ത ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ തക്കണം നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ സമയത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ദൈവത്തിൽ നമ്മളിൽ അടങ്ങിയിരിക്കുന്നതായ അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ക്ഷമയില്ലായ്മ, മറ്റുള്ളവരുടെ വെറുപ്പ് ഇതെല്ലാം നീക്കിക്കളഞ്ഞ ശേഷം മാത്രമേ നമ്മുടെ ഹൃദയം നമുക്ക് ദൈവത്തിലേക്ക് സമർപ്പിക്കാൻ ഇടയാവുകയുള്ളൂ. ഒരു കഥ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ശില്പി മനോഹരമായ ഒരു ശില്പം നിർമ്മിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല മനോഹരമായ ശില്പം ഉണ്ടാക്കുവാൻ കഴിയുന്നത്? അപ്പോൾ ആ ശില്പി പറയുകയാണ്, ഞാൻ ഇത് ഉണ്ടാക്കിയതല്ല, ഇത് ഈ കല്ലിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ കുറെ ഭാഗങ്ങൾ മാത്രം ഞാൻ ചെത്തി മനോഹരമാക്കിയപ്പോഴാണ് ഈ ശില്പത്തെ നിങ്ങൾക്ക് അതിമനോഹരവും ഇല്ലെങ്കിൽ ഇതൊരു ശില്പമുണ്ടെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ആ തടസ്സമാകുന്ന കല്ലുകൾ എന്ന് പറയുന്നത് അസൂയ, സ്വാർത്ഥത, ക്ഷമയില്ലായ്മ, വെറുപ്പ് ഇങ്ങനെയുള്ളതായ പല കല്ലുകളാണ് അതിൽ അടങ്ങിയിരുന്നത്. ഈ കല്ലുകൾ നീക്കം ചെയ്തപ്പോഴാണ് ഈ ശില്പം നിങ്ങൾക്ക് കാണുവാൻ മേൽത്തരമായ ശില്പമായി മാറിയത് എന്നാണ് ആ ശില്പി ചോദിച്ച് അവരോട് ഉത്തരം പറഞ്ഞത്. ആകയാൽ ഈ സമയത്ത് നമ്മുടെ ഉള്ളിലെ ഇത്രയും കാര്യങ്ങളെ വെടിഞ്ഞ് പരിശുദ്ധ അമ്മയെ പോലെ തന്നെ നല്ല ജീവിതത്തിന്റെ ഉടമയായി മാറുവാൻ തക്കണം. അമ്മയുടെ പോലുള്ളതായ വിനയമുള്ള ഹൃദയം നമ്മൾ ഉണ്ടാകുവാൻ തക്കണം. ഈ നോമ്പ് സമയം നമ്മൾ ഇടയാക്കിയ
മാത്രം എൻ്റെ പേര് ചൂണ്ടുന്നു. ദൈവാശ്രയമുള്ള സ്ത്രീയായിരുന്നു പരിശുദ്ധ അമ്മ. നമുക്കറിയാം, സഹനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ അമ്മ ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടാണ് ഭാഗ്യവതി എന്നൊരു പേര് ലഭിക്കാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് തന്നെ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നിരപ്പാകും. അവിടെ പറയുന്നത് എല്ലാം മനസ്സിലായ ശേഷം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഹൃദയം ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുക എന്നുള്ളതാണ് സദൃശവാക്യം ഞാൻ ശലമോൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അത് തന്നെയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതവും. പ്രശസ്ത എഴുത്തുകാരിയായ ഹെലൻ കെല്ലർ, നമുക്കറിയാം ഹെലൻ കെല്ലറിന്റെ കാര്യം, കാഴ്ചയും കേൾവിയും ഇല്ല. ചെറുപ്പത്തിന്റെ പോയതല്ലാതെ തന്നെ 19-ാമത്തെ മാസം ഒരു രോഗം വന്ന് ബാധിച്ചപ്പോഴാണ് ഹെലൻ കെല്ലറിന്റെ കാഴ്ചയും അവരുടെ കേൾവിയും നഷ്ടപ്പെട്ടത്. എന്നാൽ അവ പറയുകയാണ്, ലോകത്തിലെ മനോഹരമായ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുവാനോ കൈകൾ കൊണ്ട് തൊട്ടറിയുവാനോ എനിക്ക് കഴിയുന്നില്ല, ഹൃദയങ്ങൾ കൊണ്ട് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്ഭുതങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും ഭൗതികമായി കാണാതെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ് മാനവരക്ഷയ്ക്കായ ഒരു രോഗനെയും പ്രസവിപ്പാൻ തക്കോണം നമ്മുടെ അമ്മ നമുക്ക് ഇതിന്റെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ്. തന്റെ ജീവിതത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ മറുവാതിൽ തുറക്കാൻ തക്കോണം ശക്തനാണ് ദൈവം. വെളിപാട് പുസ്തകം 3-ന്റെ 20-ാമത്തെ വാക്യം എടുക്കാമോ? വെളിപാട് പുസ്തകം 3-ന്റെ 20. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതെ, ബാക്കി വാഴ്ചനെ കേട്ടാണ് വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ വാതിലിനെയാണ് അവിടെ പറയുന്നത്. നമ്മുടെ ഭവനത്തിന്റെ ഒരു വാതിലിനെ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിന്റെ വാതിലിനാണ് ദൈവം വന്ന് മുട്ടുന്നത്. ആ വാതിൽ തുറക്കുവാൻ ഈ നോമ്പ് സമയം നമുക്ക് ഇടയായി തീരണം എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനോ ഒന്നിനും സാധ്യമല്ല. ദൈവമാതാവും അങ്ങനെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ കൊണ്ട് തന്റെ ഹൃദയത്തിന്റെ വാതിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. ചില വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരടയ്ക്കുന്ന വാതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ ദൈവം തുറക്കുന്ന വാതിൽ അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടതായ വിശ്വാസം. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ മുഖം എപ്പോഴും സൂര്യന് നേരെ പിടിച്ചാൽ പ്രതിസന്ധിയാകുന്ന നിഴലുകൾ നമ്മുടെ പിന്നിലേക്ക് മാറി വരുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോഴോ പ്രതിസന്ധികൾ വരുമ്പോഴോ നമ്മൾ തന്നെ നോക്കാതെ കണ്ട് നമ്മൾ സൂര്യനിലേക്ക് നോക്കുവാണെങ്കിൽ തന്റെ തീക്ഷ്ണമായ ജ്വാലയിൽ ഇതിനെ നിഴലിൽ ആ ഒരു നിഴലായി നമ്മുടെ ബാക്കിലോട്ട് അല്ലെങ്കിൽ പുറകിലോട്ട് പോകും. അപ്പൊ നമുക്ക് ദുഃഖത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സങ്കീർത്തനം 105 ഇങ്ങനെ പറയുന്നു: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അതെ, നമ്മുടെ അമ്മയും നോക്കുമ്പോൾ അവനെ തന്നെയാണ്. ഒരു കുലുങ്ങാത്ത സിയോൻ പർവ്വതം കാറ്റടിച്ചാലോ ഉലഞ്ഞാലോ അതൊന്നും മറിഞ്ഞു പോകാതെയോ അല്ലെങ്കിൽ നിലംപരിശാകാതെ തക്കോണം ഉറച്ചു നിൽക്കുന്ന ഒരു സിയോൻ പർവ്വതം പോലെയാണ് പരിശുദ്ധ മാതാവിന്റെ ജീവിതവും. വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ മാതാവ്. 2, നിത്യപ്രകാശത്തിലേക്ക് പ്രയത്നമാണ് പരിശുദ്ധ അമ്മ. നിത്യപ്രകാശത്തിലേക്കുള്ള പ്രയാണമാണ് പരിശുദ്ധ അമ്മ. നമുക്ക് അമ്മയെ നോക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ അറിയാം. പ്രശസ്ത ചിന്തകനായ ലിയോ ടോൾസ്റ്റോയി മരണത്തെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ഒരു വിളക്കണയുന്നത് ഒരു ഇരുട്ടിനെ ഭയമല്ല, മറിച്ച് പ്രഭാതം വരുമെന്നുള്ള ഒരു അറിവിനെ കുറിക്കുകയാണ്. അതുപോലെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിപ്പോയത്. അമ്മയുടെ മരണം നമ്മൾ വാങ്ങിപ്പെന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ വാങ്ങൽ എന്നത് ആ ഒരു വിളക്കണയുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നത്. മരണത്തിലേക്കുള്ള ഇരുട്ടിലേക്കല്ല പോയത്, മറിച്ച് നമുക്ക് വേണ്ടുന്ന ഒരു പൂർണ്ണതയുടെ പ്രകാശത്തിലേക്കാണ് അമ്മ സ്വർഗത്തിൽ പോയിരിക്കുന്നത് എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. വെളിപാട് പുസ്തകം 21:3 ഇതാ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ കൂടാരം. അതെ, നമ്മുടെ അമ്മയെ പരിശുദ്ധ അമ്മയെ വിശേഷിക്കുന്നതാണ് ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ കൂടാരം എന്ന് വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധ മാതാവിനെ തന്നെയാണ്. അതായത് തന്റെ സന്നിധിയിൽ മാധ്യസ്ഥ വഹിക്കുന്ന നിത്യ കൂടാരമാണ് പരിശുദ്ധ അമ്മ. തന്റെ ജീവിത വിശുദ്ധി കൊണ്ട് ഇങ്ങനെ പരിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. എന്താണ് വിശുദ്ധി? ദൈവഹിതത്തിനനുസരിച്ച് പരിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് വിശുദ്ധി എന്നാണ് പറയുന്നത്. ഒരു വസ്ത്രം കളങ്കമില്ലാതെ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ നിരൂപണങ്ങളെയും നമ്മുടെ ചിന്തകളെയും നേർവഴിയിൽ നടക്കുമ്പോഴാണ് നാം വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി മാറുന്നത്. അതിന് നമ്മുടെ ചിന്തയിൽ ശുദ്ധി വേണം, നമ്മുടെ വാക്കുകളിൽ ശുദ്ധി വേണം, നമ്മുടെ
കൂടാതെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ തക്കണം ദാനിയേലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നോഹ നീതിമാനും നിഷ്കളങ്കനുമായി നേരുള്ളവരുമായി ജീവിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. രൂത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട് തന്റെ ഭർത്താവിന്റെ മനഃശേഷവും പല തെറ്റിലേക്കും വഴുതി പോകാൻ ഒരു യുവത്വത്തിന്റെ ഒരു കാര്യമാണ് രൂത്തിലടങ്ങിയത്. എന്നാൽ തന്റെ അമ്മയായ നവമിയോടൊപ്പം നീ പോകുന്നിടത്തേക്ക് ഞാൻ വരുന്നു, നിന്റെ ജനം എന്റെ ജനം എന്ന രീതിയിൽ അമ്മാവിയോടൊപ്പം തന്റെ യുവത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റൊന്നിനെയും കുറിച്ച് ചിന്തപ്പാതെ വണ്ണം ആ ദേശത്ത് ജീവിക്കാൻ തക്കൊണ്ട് രൂത്തിന് കഴിഞ്ഞുള്ളതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ നോമ്പുകാലം നമ്മെ ഇതുപോലെ പരാതികളില്ലാതെ പരിഭവമില്ലാതെ ദൈവത്തിനോട് പിറുപിറുപ്പ് കാണിക്കാതെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി, അത് സങ്കടമായാലും സന്തോഷമായാലും എല്ലാം തന്നെ ഹൃദയത്തെ ഏറ്റുകൊണ്ട് അശുദ്ധ അമ്മയെ പോലെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും സാധിക്കട്ടെ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നോമ്പുകാലം നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരാകണം. പുണ്യം എന്നതിനെ കുറിച്ച് ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ എന്നൊരു വ്യക്തി തന്റെ കുട്ടികവിത രചിക്കുകയുണ്ടായി. അതിങ്ങനെ വായിക്കാനിടയായി. തിരുവളത്തി വ്യക്തികളിൽ ഇരുളകന്നു പോയിടും, ചിരിപൊഴിച്ചു നോക്കുകിൽ പരിഭവം മറന്നിടും, കരിനിലാം നടന്നിടിൽ ദുരിതമൊട്ടം ഒഴിഞ്ഞിടും, കരുണ നമ്മൾ കാട്ടുകിൽ ധരണി പുണ്യമായിടും. അവിടെ നമ്മുടെ പുണ്യത്തിന്റെ കാര്യങ്ങളെ പറയുമ്പോൾ ഈ നോമ്പിന്റെ കാലത്ത് ഒരു തിരി കൊളുത്തി വെക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരുടെ ഇരുളിൽ നമുക്കൊരു പ്രകാശമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്, ഒരു ചിരിയെങ്കിലും നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി. നമുക്കറിയാം, ചിരിക്കുന്നതിന് നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ് കൂടുമെന്നാണ് പറയുന്നത്. സൗന്ദര്യം വർദ്ധിക്കും. സൗന്ദര്യത്തിന്റെ പുറകെ പോകാത്തവരും ഇന്ന് മരിക്കാൻ ആഗ്രഹമുള്ളവരും ആരുമില്ല. എല്ലാവരും തന്നെ ജീവിതത്തിൽ ആവശ്യമാണ്. കുഞ്ഞോളമാക്കിയാൽ നല്ല ചിരിയും വിധ കേൾക്കപ്പെട്ടേ. അപ്പോഴ് ഈ ഒരു പുഞ്ചിരിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരുടെ ദുഃഖത്തെ നടത്തുവാൻ തക്കണം നമ്മുടെ ഒരു ചുണ്ടിൽ ഒരു പുഞ്ചിരി കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ നോമ്പുകാലം നാം ഒരാളെ നേടി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമത്, പരിഭവം മറക്കുക. നമ്മുടെ ഉള്ളിൽ പലതരം പരിഭവങ്ങൾ. അമ്മമാർ നമുക്ക് ഒരുപാട് പരിഭവങ്ങളുണ്ട്. ഭർത്താവിനെ കുറിച്ചുള്ള വേവലാതികളുണ്ട്, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചിന്തകളുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകര്, കൂട്ടുകാര്, നമുക്കെല്ലാം നമ്മുടെ ഇടവേള രോഗികൾ ആരെങ്കിലും കുറിച്ചിട്ടായാലും നമ്മുടെ മനസ്സിൽ തെല്ലും പരിഭവമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തികളും ഈ ലോകത്തിലില്ല. എന്നാൽ ഈ പരിഭവം മറന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ തക്കണം നമുക്ക് ഈ നോമ്പുകാലം ഇടയാകണം. കരുതി നിന്നിടാം. മറ്റുള്ളവരെ ബലഹീനർ, ആലംബർ, രോഗികൾ, ഹോസ്പിറ്റലുകളാലും ഭവനങ്ങളാലും കഴിയുന്ന അനേകം വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ഇറങ്ങി ചെല്ലുവാൻ തക്കണം. അവരുടെ വീഴ്ചയില്, അവരുടെ സുഖത്തില്, അവരുടെ ദുഃഖത്തില് അവരോടൊപ്പം ആയിരുന്നുകൊണ്ട് അവർക്കൊരു ആശ്വാസം ഏകുവാൻ തക്കണം നമ്മളെ കൊണ്ട് ഈ നോമ്പുകാലം സഹായിക്കുന്നെങ്കിൽ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ്. കൂടാതെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞിടും. നമ്മളറിയാം, ഏകപ്പെട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു തലമുറയോട് നോക്കുവാണെങ്കിൽ മാതാപിതാക്കളെല്ലാം ഒറ്റപ്പെട്ട് കിടന്ന് ലോകത്തിലേക്ക് നീങ്ങുകയാണ്. മക്കളില്ലാഞ്ഞിട്ടല്ല, വാർദ്ധക്യത്തിന് മക്കളിൽ ഇല്ലാതിരുന്ന് മക്കൾക്ക് വേണ്ടി ആവശ്യ അനേകം വ്യക്തികൾ നമ്മുടെ ബൈബിൾ നമ്മൾ വായിക്കുന്നു. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഒരു മാതാപിതാക്കളുടെ സന്തോഷം, ഒരു സ്ത്രീ ഏറ്റവും വലിയ സന്തോഷത്തിലെത്തുന്നത് എന്തുകൊണ്ടാണ്? അവളുടെ ഗർഭം തുറന്നൊരു കുഞ്ഞ് പുറത്തു വരുമ്പോൾ അവളൊരു അമ്മയാകുമ്പോൾ മാത്രമാണ്. അല്ല സമ്പത്തോ സൗന്ദര്യമോ വിവേകമോ ഒന്നും കൊണ്ടല്ല. തന്റെ ജീവിതത്തിൽ ഒരു പിളർപ്പുണ്ടായി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ തക്കവണ്ണം കഴിഞ്ഞു. അവൾ മുലകുട്ടി മാറി അമ്മയെ മാറുമ്പോൾ തന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭാഗ്യമായി മാറുകയാണ്. ആ ഭാഗ്യം ലഭിച്ചവർ നമ്മൾ മറ്റുള്ളവരെയും കൂടെ കരുതുവാൻ തക്കവണ്ണം കഴിയണമെന്നുള്ളതാണ്. കരുണ നമ്മൾ കാട്ടുകയും ധരണി പുണ്യമായത്. ധരണി ഭൂമിയിൽ നമ്മൾ പുണ്യമുള്ളവരായി തീരണമെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാട്ടണം. നമുക്കിപ്പോ ഒരു സഹായം മാത്രം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വലിയ സഹായമൊന്നും ചെയ്യണ്ട. പേരെടുത്ത് പേരിന്റെ പ്രശസ്തിക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാൻ ആഗ്രഹിക്കണ്ട. നമുക്കൊരു കുഞ്ഞു കാര്യമെങ്കിലും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ അത് സാധിച്ചെങ്കിൽ അതൊരു പുണ്യം തന്നെയാണ്. മറ്റുള്ളവരെ കൂടെ കരുതുക. നമുക്കുള്ളവരിൽ പങ്കിൽ നിന്ന് അതിൻ്റെ ഒരു അംശം നല്ലൊരു ഒരു കഥ ഇങ്ങനെ വായിക്കുകയുണ്ടായി. ഒരു അമ്മയും മോളും നോമ്പ് കാലത്ത് എന്നും ദേവാലയത്തിൽ കടന്നു പോകും. അപ്പൊ എന്നും പോകുമ്പോൾ അവിടെ ധനികരായ ആൾക്കാരുണ്ട്, പലവിധമായ ആൾക്കാരാണ് കടന്നത്. അവരെല്ലാവരും ഓരോ നല്ല കൊച്ചു പുഷ്പങ്ങളും മെഴുകുതിരികളും കൊണ്ടുപോയി അവരവരുടെ ആ സമയത്തിനെ ധന്യമാക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ അമ്മയും കുഞ്ഞും പോകുമ്പോൾ ഇവർക്കൊരു പൂവ് പോലും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞു അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എല്ലാവരും വരുമ്പോൾ നല്ല പുഷ്പങ്ങളും നല്ല മെഴുകുതിരികളെല്ലാം കൊണ്ടുവരുന്നു,
കാട്ടുഭൂമിയിൽ അവർ ഒരുപാട് സാധുക്കൾ ഉണ്ടായിരുന്നു. അതിനെ കണ്ടുകൊണ്ട് ഒരു വാർദ്ധക്യമുള്ള ഒരു പിതാവ് പറയുകയാണ്, ഇന്ന് ഇത്രയും ദിവസം ഇവിടെ കൊണ്ടുവച്ച പൂക്കൾ അതിമനോഹരമായിരുന്നു, വിലപിടിപ്പുള്ളതായിരുന്നു, എല്ലാവരുടെയും ആവശ്യത്തിന് കളറും മണവും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല, ഇന്ന് ഈ കുഞ്ഞ് കൊണ്ടുവച്ച ഈ പൂവിനാണ് ഏറ്റവും സൗന്ദര്യം. കാരണം അതിന്റെ ഇല്ലായ്മയിലും അത് കൊണ്ടുവന്ന് ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ തക്കണം തന്റെ ഹൃദയത്തെ പകരുവാൻ ആ കുഞ്ഞ് കാണിച്ച മനസ്സിനെയാണ് അവിടെ ആ വാറ്റിന്റെ സകലമായ മനുഷ്യൻ കാട്ടുന്നത്. അപ്രകാരം തന്നെ ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തിപ്പാൻ തക്കണം ഈ നോമ്പുകാലം നമുക്ക് എല്ലാവർക്കും ഇടയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേകം പരിശോധനകൾ ഇല്ലെങ്കിൽ നമുക്ക് അനേകം വിഷമങ്ങൾ നേരിടും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും, കർത്താവേ നീ എനിക്ക് എന്തിനാണ് ഈ വീഴ്ചകൾ തന്നത്? പക്ഷെ അങ്ങനെയല്ല, ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചുവെങ്കിൽ ലോകം മൊത്തം വാഴ്ത്തിപ്പാടുന്ന ഒരു പരിശുദ്ധ മാതാവായി മാതാവിനെ ഒരിക്കലും അറിയപ്പെടുകയില്ല. ആ മാതാവിനോട് വന്നതായ അനുഗ്രഹം ഇല്ലെങ്കിൽ ദൂതൻ അറിയിച്ച വാക്കുകൾ അവളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ കഴിഞ്ഞു. ആ സമയത്ത് നമ്മളൊരു മാനസികമായ തലത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. അന്നേരം അമ്മയായിട്ടില്ല, ഒരു കന്യകയായിട്ട് നിൽക്കുകയാണ്. പലതരം അറിയാം, ആ ഒരു വാർത്ത തന്നിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് രാജ്ഞിമാരും മറ്റു സ്ത്രീകളും കുട്ടികളും ഒക്കെയും ആഗ്രഹിച്ച സമയത്താണ് ഒന്നുമല്ലാത്തൊരു അമ്മയെ ഒരു കന്യകയെ ചെന്നീ വാക്കുകൾ പറയുകയാണ്, നീ ഗർഭിണിയായ മകനെ പ്രസവിക്കും. പെട്ടെന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ച് 100 ചിന്തകൾ ചിന്തിക്കാം, പരാതികൾ പറയാം, പരിഭവം പറയാം, സംശയങ്ങൾ ചോദിക്കാം, അതൊന്നുമല്ല. അപ്പൊ അവിടെ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1 അധികം വ്യക്തമായി നമുക്ക് പറയുന്നുണ്ട്, എല്ലാ ദിവസവും നമുക്ക് കേട്ട വാക്കുകളാണ്. എങ്കിലും അവിടെ പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. തന്നെ താൻ അവിടെ സമർപ്പിച്ചുകൊണ്ട് അവിടെ തന്റെ സകല വിനയവും തന്റെ താഴ്മയും തന്റെ നിഷ്കളങ്കതയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ കുട്ടി അതിന് വിധേയപ്പെടുകയാണ്. അങ്ങനെ വിധേയപ്പെട്ടപ്പോൾ മാത്രമാണ് മാനവരക്ഷയുടെ മഹിമയ്ക്കായി ഉയർച്ചയ്ക്കായി എഴുന്നള്ളുവാൻ തക്കണം, ഇല്ലെങ്കിൽ രക്ഷപ്പെടുത്തുവാൻ തക്കണം ഒരു മഷിതായി തന്റെ ഉദരത്തിൽ കയറുവാൻ. കാതുകൾ കേട്ട വാക്കുകൾ കൊണ്ടാണ് തന്റെ ഉദരത്തിൽ കയറുവാൻ കഴിയുന്നത്. നമ്മൾ ചിന്തിക്കണം. നമുക്ക് ലോകപ്രായം ചിന്തിക്കുമ്പോൾ ഒരു വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ഗർഭിണിയാവുക എന്ന് പറയുന്നത് സമൂഹമോ നമ്മുടെ വീട്ടുകാരോ ഇല്ലെങ്കിൽ നമ്മുടെ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പുരുഷനോ ഒട്ടും അത് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയല്ല. എന്നാൽ തന്റെ വയസ്സായ കന്യകയുടെ ഈ വാർത്ത കേട്ട് അവൾ ആ ശ്രവണത്തിൽ കേട്ടതായ കാര്യം തന്നിൽ ഗുരുവായപ്പോൾ അത് സർവ്വ മാനവരക്ഷയ്ക്കുള്ളതായ ഒരു ജാതിനെ പ്രസവിപ്പാൻ തക്കണം കഴിഞ്ഞെന്നുള്ളതാണ്. ആ അമ്മയുടെ ആ ഒരു ഗുണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ കാര്യങ്ങളെ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ ഒരിക്കലും അമ്മയുടെ കാര്യത്തിൽ നമുക്ക് നന്ദിയുള്ളവരല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. 15 നോമ്പല്ല, ഈ ഒരു നോമ്പ് 50 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഓരോ വ്യക്തികൾക്ക് 50 ആശയങ്ങൾ അവരുടെ ചിന്തിക്കുന്നത് പറയാൻ ദൈവം തമ്പുരാൻ തരുമെന്നുള്ളതാണ്. കാരണം അതാണ് അമ്മയുടെ സമ്മതി. നമുക്ക് എത്രത്തോളം നമ്മുടെ കണ്ണുനീരിനെ ഒപ്പുവാനും നമ്മുടെ ഹൃദയത്തിലെ വേദനകളെ മാറ്റുവാനും നമ്മുടെ ചിന്തകളെ ഏകോപിപ്പാനും പരസ്പരമുള്ളതായ ബന്ധങ്ങളെ നിലനിർത്തുവാനും തക്കവണ്ണം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. അമ്മയുടേതായ ഈ സ്ഥലതായ സ്നേഹവും എല്ലാ കാര്യവും നമ്മളിലും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നോമ്പുകാലം നമുക്ക് എല്ലാം ഇതിന് ഇടയാകണം. ഇത്തരം ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട ഇത്രയും സ്നേഹം തന്ന ജിനോച്ചനോടും മറ്റുള്ളതായ എല്ലാ ഭാരവാഹികളോടും എന്നെ ശ്രമിച്ച ചെറിയ ആൾക്കൂട്ടം ഇനി ഭയപ്പെടേണ്ടെന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇത്രയും പേർ വന്നു എങ്കിൽ 1 2 പേരുടെ മധ്യേ കടന്നു വരുന്ന ഭാവുന്ന ദൈവമാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വമാണെന്നാണ് പറയുന്നത്. ഇത്രയും പേർ കടന്നു വന്നുകൊണ്ട് എന്റെ എളിയ ചിന്തകൾ കേൾക്കാൻ തക്കണം നിങ്ങളുടെ കാത്